ആ ലോകം എന്ന ഈ യൂട്യൂബ് ചാനൽ കാണാറുള്ള ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, എന്നെ പരിഗണിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ 33 വർഷം മലയാളം പഠിപ്പിച്ചു. 11 വർഷം ഒരു CBSE സ്കൂളിലും ശിഷ്ടം 22 വർഷം ഗവൺമെൻറ് സ്കൂളുകളിലും അവസാനം ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെ പഠിപ്പിക്കാനാണ്, പ്രത്യേകിച്ചും കഥയും കവിതയൊക്കെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇനി അത് കഴിയില്ലല്ലോ എന്നുള്ള നഷ്ടബോധം കാര്യമായി ഉണ്ടായി. എനിക്ക് തനിച്ചായ പോലെ തോന്നി. ഏറ്റവും സങ്കടമുണ്ടാക്കിയ ഒരു കാര്യമാണത്. കാരണം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത. അപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് മനസ്സിൽ തോന്നിയത്. അതിൻ്റെ യാതൊന്നും അറിയില്ല, ശാസ്ത്ര സാങ്കേതിക വശങ്ങളൊന്നും അറിയില്ല. എങ്കിലും പഠിപ്പിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ആദ്യത്തെ പാഠമൊക്കെ 10ാം ക്ലാസ്സിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ എഴുത്തച്ഛൻ്റെ കവിതയാണ് തുടങ്ങിയത്. അപ്പോൾ കുറച്ച് പേരൊക്കെയാണ് കാണുന്നത്. പിന്നെ അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാനത് അത്ര ഗൗരവത്തിലല്ല ചെയ്തത്. എങ്കിലും തുടങ്ങിയപ്പോൾ ഒരു ചെറിയ സന്തോഷം തോന്നി. പക്ഷെ പിന്നെ പോകെ പോകെ കൂടുതൽ ആളുകൾ എൻ്റെ ക്ലാസ്സുകൾ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തു. അത് വളരെ സന്തോഷമുണ്ടാക്കി. കാരണം എൻ്റെ മുൻപിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ 30, 40, 50 ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിദ്യാധരാജയിലെ ചൊവ്വര സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അത്രയും കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇതാരുടെയും മുഖത്ത് നോക്കാതെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നതുപോലെ ശൂന്യമായാണ് പഠിപ്പിച്ചു പോകുന്നത്. എങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയും വളരെ നല്ല രീതിയിൽ വിലയിരുത്തുകയും ഒക്കെ നിങ്ങൾ ചെയ്തു. ഇപ്പോൾ 4 മാസമായി ഇത്. ഞാൻ ജൂലൈ 15-നാണ് ഇങ്ങനെ ഒരു ചാനൽ ആരംഭിച്ചത്. എൻ്റെ മോനാണ് ഇതിനൊക്കെ എന്നെ സഹായിച്ചത്. എനിക്കിതൊന്നും അറിയാത്തത് കൊണ്ട് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും അറിയില്ലായിരുന്നു. ആദ്യം മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസാണ് ആദ്യം എടുത്തത്. അതിനേക്കാൾ എളുപ്പം ഈ മുഖമില്ലാത്ത ശബ്ദം മാത്രമുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടി അനായാസമായും ചടുലമായും ചെയ്യാൻ കഴിയും എന്ന് തോന്നിയതുകൊണ്ടാണ്. പിന്നീട് അത് നന്നായി എല്ലാവരും അത് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കിപ്പോഴും ആത്മവിശ്വാസമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത്രയും 33 വർഷത്തെ എൻ്റെ പരിചയത്തിൽ എൻ്റെ കുട്ടികൾ എപ്പോഴും എൻ്റെ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. ആരും ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലായിട്ടില്ല എന്ന് ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ കേൾക്കാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിലാകെയുള്ളൊരു നേട്ടം അതാണ്. ഇവിടെയും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ ഞാൻ കുറച്ചുകൂടി ഗൗരവത്തോടെ ക്ലാസ്സുകൾ എടുക്കുകയും റെഫർ ചെയ്യാൻ, ഞാനിപ്പോൾ സ്കൂളിലൊന്നും പോകാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിനെ തന്നെ ആശ്രയിച്ചും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ശേഖരിച്ചും. പിന്നെ 33 വർഷത്തെ എൻ്റെ പരിചയം, എൻ്റെ അനുഭവം, എത്രയോ പുസ്തകങ്ങൾ മാറി വന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 5 വർഷം 10 വർഷമൊക്കെ കൂടുമ്പോൾ പുസ്തകം മാറും. അപ്പോൾ ഈ വന്ന കവിതകൾ തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. ഈ ആധുനിക കവിത്രയും പ്രാചീന കവിത്രയും ഒക്കെ എത്രയോ തവണ എൻ്റെ നാവിലൂടെ കടന്നുപോയതാണ്. അതുകൊണ്ട് എനിക്കതൊരു ഭാരമായി തോന്നിയില്ല. വളരെ അനായാസം ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസായി. വളരെ സന്തോഷം. വളരെ ഇപ്പോൾ 4000 വാച്ച് അവറായി, 1035 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ അധികം ആളുകളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറില്ല. ഔപചാരികതയുടെ പേരിൽ ആദ്യം ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പറയും എന്നല്ലാതെ ആർക്കെങ്കിലുമൊക്കെ അറിഞ്ഞു വരുന്നതാണല്ലോ എപ്പോഴും നല്ലത്, അല്ലേ? നമ്മൾ തന്നെ കൊട്ടിഘോഷിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മളെ കേട്ട് അറിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ എനിക്ക് വളരെ അഭിമാനവും സന്തോഷമുണ്ട്. അത് ഈ ചാനൽ ഇതായതുകൊണ്ട് മാത്രമല്ല, അതൊരു അംഗീകാരമാണ്. ഇനിയിപ്പോൾ പൈസയൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഈ പണി ചെയ്യും. കാരണം ഇതിൽ നിന്ന് എനിക്ക് ഓൺലൈൻ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഒരു ലൈവായി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപന മേഖലയിൽ നിന്ന് ഔട്ടാവുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കവികളെ ഞാൻ മറക്കുന്നുമില്ല. ആ ഒരു ലോകത്തിലൂടെ എനിക്ക് ഇനിയും ജീവിക്കാൻ കഴിയുന്ന തരുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഇതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ അത് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എങ്ങനെയാണ് സ്നേഹമുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ കാണുക, അഭിപ്രായങ്ങൾ സത്യസന്ധമായി നിങ്ങൾക്ക് പറയാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അത് ഗ്രാമർ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഘടകപദങ്ങളൊക്കെ അതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എനിക്കറിയാവുന്നത് പറഞ്ഞു തരാൻ എപ്പോഴും എനിക്ക് സന്തോഷമുള്ളൂ. ഓരോ കമൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അതിനനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ചില സംവാദം സംഘടിപ്പിക്കുക, അതിനൊക്കെ കുട്ടികൾ നോട്ട് ചോദിച്ചിട്ടുണ്ട്. അത് അവർ തനിയെ ചെയ്യേണ്ടതാണ്. എപ്പോഴും നോട്ടുകൾ കുട്ടികൾ തനിയെ തയ്യാറാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അധ്യാപകർ, പ്രഗത്ഭരായ അധ്യാപകരാണ്. നിങ്ങളോട് പറയാനുള്ളൊരു വാക്ക്, നമ്മുടെ ഭാഷ സുന്ദരമാണ്, അല്ലേ? പലപ്പോഴും നമ്മൾ ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഭാഷയ്ക്കൊപ്പം അപ്ഡേറ്റ് ചെയ്താൽ നമ്മുടെ മുൻപിൽ ഒന്നുമില്ല. പിന്നെ
അധ്യാപകരാണെങ്കിൽ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വായിക്കുക, കാലത്തിനൊപ്പം സഞ്ചരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരൊരിക്കലും നമ്മളെ മറക്കില്ല. കാരണം ഇന്ന് കാലം മാറി, വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഐഡൻറ്റിറ്റി, ഒരു അധ്യാപകൻ്റെ ഐഡൻറ്റിറ്റി ഒരു കുട്ടി തിരിച്ചറിയും, അവനത് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏക നേട്ടം. അപ്പോൾ വളരെ സന്തോഷം, വളരെ നന്ദി. ഇനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ ഇതിൻ്റെ ഒന്നും അറിയാത്ത ABCD അറിയാത്ത ഒരാൾ ഇതിങ്ങനെ തുടങ്ങി 4 മാസം കൊണ്ട് ഇവിടെ എത്തിയെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ആളുകൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക, ആളുകൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. കണ്ടൻറ്റ് എന്തായിരിക്കണം? അത് നിലവിൽ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കണ്ടൻറ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും വേണ്ടത്. പിന്നെ അതൊരു പാഷനായി മാറിയാൽ നമുക്ക് ആരുടെയും നിർബന്ധമില്ലാതെ അത് പെർഫെക്റ്റ് ആക്കാനും നന്നാക്കി ചെയ്യാനും സ്വാഭാവികമായും നമുക്കൊരു ഒരാഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. എനിക്കിത് സാധിച്ചെങ്കിൽ നിങ്ങൾക്കൊക്കെ അനായാസം ഇത് സാധിക്കും. അപ്പോൾ യൂട്യൂബേഴ്സ്, പുതിയ ആളുകൾ, ഇങ്ങനെ വാച്ചവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വൈകി നിൽക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ തട്ടകം തിരിച്ചറിയുക. എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ളത് റെഫർ ചെയ്ത് ഏത് വിധേനയും അതിനെ ഫോക്കസ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും ഇത് സാധിക്കും. കാരണം എൻ്റെ ഈ ചെറിയ കാഴ്ചകളിൽ, എൻ്റെ ഈ ചെറിയ സൗകര്യങ്ങളിൽ ഞാനിത് ചെയ്യുന്നു. കാര്യം ഇവിടെ മൈക്കും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ല. ഞാൻ അതിനുള്ള സമയവും കിട്ടിയില്ല. എനിക്കറിയാവുന്ന പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തു പോയത്. അപ്പോൾ യൂട്യൂബേഴ്സിനോടും വളരെ സന്തോഷത്തോടെ പറയാണ്, ഇതൊരു ബാലികേറാമലയല്ല. ശ്രമിച്ചാൽ നിങ്ങൾക്കും ഇത് വളരെ പെട്ടെന്ന് സാധിക്കും. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. നന്ദി.